ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വാർത്തകൾ തുടരുന്നു. എടക്കരയിൽ 3 വീടുകൾ കുത്തി തുറന്ന കുർവ മോഡൽ മോഷണം. ആൾതാമസമുള്ള 2 വീട്ടിലും ആൾതാമസമില്ലാത്ത 1 വീട്ടിലുമാണ് മോഷണം നടന്നത്. 2 വീടുകളിൽ നിന്നായി 6 ലക്ഷത്തിലധികം രൂപയും 3.5 പവനോളം സ്വർണവും കവർച്ച ചെയ്യപ്പെട്ടു. 3ാമത്തെ വീട്ടിൽ നിന്നും എന്തെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് അറിവായിട്ടില്ല. ഉറങ്ങിക്കിടന്ന കുട്ടികൾ കഴുത്തിലണിഞ്ഞിരുന്ന സ്വർണ്ണമാലയടക്കമാണ് മോഷണം പോയത്. പാലാട് സബ്സ്റ്റേഷന് മുൻപിലെ തെക്കരത്തൊടിക സുധീർ, ഗൈഡൻസ് സ്കൂളിന് സമീപം താമസിക്കുന്ന ചെറുപള്ളിക്കൽ ജയ്സൽ, പാലാട് അങ്ങാടിയിലെ ചെറുപുഴയത്ത് റെജി സക്കറിയ എന്നിവരുടെ വീടുകളിലാണ് തമിഴ്നാട് കുർവ സംഘം മോഡലിൽ മോഷണം നടന്നത്. പുലർച്ചെ 4-നും 5-നും ഇടയിലാണ് സുധീറിൻ്റെയും ജയ്സലിൻ്റെയും വീടുകളിലെ മോഷണം. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോൾ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷണ സംഘം അകത്തു കടന്നത്. സുധീറിന്റെ വീട്ടിൽ നിന്നും 2.5 പവന്റെ സ്വർണവും 35,000 രൂപയും മോഷണം പോയി. താഴത്തെ നിലയിലെ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സുധീറിന്റെ മകളുടെ കഴുത്തിലണിഞ്ഞിരുന്ന മാലയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ജയ്സലിന്റെ വീട്ടിൽ താഴത്തെ നിലയിൽ ഭാര്യയോടൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ 3/4 പവന്റെ മാലയും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 18,500 രൂപയും മോഷ്ടിക്കപ്പെട്ടു. ജയ്സലും ഒരു കുട്ടിയും മുകളിലത്തെ നിലയിലാണ് കിടന്നിരുന്നത്. 2 വീടുകളിലെയും 2 നിലകളിലെയും എല്ലാ മുറികളിലും മോഷ്ടാക്കൾ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. കവർച്ചക്കാരുടെ സാന്നിധ്യം മനസ്സിലാക്കിയ സുധീറിന്റെയും ജയ്സലിന്റെയും വീട്ടുകാർ ഉണർന്ന് ബഹളം വെക്കുകയും മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. പാലാട് ടൗണിലെ റെജി തോമസും കുടുംബവും സ്വിറ്റ്സർലൻഡിലായതിനാൽ വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നില്ല. ഇവിടെ നിന്നും എന്തൊക്കെ നഷ്ടപ്പെട്ടെന്നും വ്യക്തമല്ല. മലപ്പുറത്ത് നിന്നും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും മോഷണം നടന്ന വീടുകളിലെത്തി വിശദമായി പരിശോധിച്ചു. വാതിലുകൾ തകർത്ത് നടന്ന മോഷണം നാട്ടുകാരെ ആകെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കുർവ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. 5 വർഷം മുൻപും സമാനമായ രീതിയിൽ ഇതേ മേഖലയിൽ മോഷണം നടന്നിരുന്നു.